വന്യമൃഗശല്യത്തിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് മാനന്തവാടി രൂപതയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ കൽപ്പറ്റയിൽ നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ റാലിയാണ് ആരംഭിച്ചിട്ടുള്ളത്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം? വന്യമൃഗശല്യത്തിൽ നിന്ന് അതിന് ശാശ്വതമായൊരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന ഭീതിജനകമായൊരവസ്ഥ വയനാട്ടിലുണ്ട്. അതുമാത്രമല്ല, ജീവിക്കാൻ ആവശ്യമായ ജീവനോപാധികൾ നഷ്ടപ്പെട്ടു പോകുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം നിമിത്തം പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതിൽ നിന്നെല്ലാം സമ്പൂർണ്ണമായ അതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധ ജ്വാല ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ജില്ലയിലെത്തി യോഗമൊക്കെ നടന്നു. എന്താണ് അതിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടോ? നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വയനാട്ടിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇത് വനത്തിൻ്റെ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, ഭരണഘടനയിലുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, പ്രത്യേകിച്ച് രണ്ട് സർക്കാരുകൾ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട സംഭവമായതുകൊണ്ട് രണ്ട് സർക്കാരുകളുടെയും ഇടപെടൽ ആവശ്യമാണ്. അതുകൊണ്ട് കേന്ദ്ര വനം മന്ത്രി വന്നു എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആവേശത്തോടു കാണുകയാണ്. വയനാടിന് അല്ലെങ്കിൽ മലയോര മേഖലക്ക് അനുയോജ്യമായ വിധത്തിലുള്ള ചില നിർമ്മാണങ്ങൾ, തെറ്റായ നിയമത്തിലെ ചില ഭേദഗതികൾ നടത്തി തരുമെന്ന വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ കൽപ്പറ്റ നഗരത്തെ ലക്ഷ്യമാക്കി ഏറ്റവും മുമ്പിലായി ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുട്ടികളെ ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കുട്ടികൾ ഉൾപ്പെടെ ഈ പ്രതിഷേധ റാലിയിൽ അണിനിരക്കുന്നു. നൂറുകണക്കിന് ആളുകളാണ് റാലിയിൽ പങ്കെടുക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപന സമ്മേളനം നടക്കുക.